വീണ്ടും പറഞ്ഞു ഈ വീഡിയോ ഓസ്ട്രേലിയ കാണില്ല, ഇന്ത്യ മാത്രം. നമസ്കാരം. അപ്പം നമ്മൾ ഗാബ ടെസ്റ്റ് റിവ്യൂ ആണ് നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ പിച്ചിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇനി വരുന്നത് ബാറ്റിംഗ് സ്ട്രാറ്റജിയും ബോളിംഗ് സ്ട്രാറ്റജിയുമാണ്. അതിലോട്ട് നമുക്ക് കിടക്കാം. നീ പോഡ്കാസ്റ്റ് എന്ന് പറയും, ഞാൻ ഓണം എന്ന് പറയും, നീ റോഡ് എന്ന് പറയും, എന്നിട്ട് 1 2 3 പോഡ്കാസ്റ്റ്. ആദ്യം നമുക്ക് ബാറ്റിംഗ് സ്ട്രാറ്റജിയിലോട്ട് പോകാം. സോ നമ്മുടെ ആദ്യത്തെ ബാറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ഏർലി പേഷ്യൻസ്. ബാറ്റേഴ്സ് പേഷ്യൻസ് ആയിട്ട് കളിക്കണം. എല്ലാ ബോളും എടുത്ത് അടിക്കാൻ നിൽക്കാണ്ട് ബോൾസ് എല്ലാം ചൂസ് ചെയ്ത് ഷോർട്ട് സെലക്ഷൻ കറക്റ്റായിട്ട് വെച്ച് കളിക്കണം. ഷോർട്ട് സെലക്ഷൻ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്ക്. ഇന്ത്യ വരുന്ന ബോൾ 20-20 വൺ ഡേ കളിക്കുന്ന പോലെയാണ് കളിക്കുന്നത്. സോ കുറച്ചുകൂടി ബോൾ നോക്കി കളിക്കണം. പിന്നെ അതുപോലെ തന്നെ കൂടുതലും ഔട്ടാകുന്ന ഡ്രൈവ് ചെയ്ത് ഔട്ടാകുന്നുണ്ട്, എസ്പെഷ്യലി വിരാട് കോഹ്ലി. സോ ആകെ പറയാനുള്ളത്, കഴിഞ്ഞ ഒരു ഏത് ടെസ്റ്റിലായിരുന്നു അത്, ഇന്ത്യ ഓസ്ട്രേലിയ സെറ്റിൽ വെച്ച് നടന്ന സച്ചിൻ ഒരു ഇന്നിങ്സ് മുഴുവൻ ഡ്രൈവ് ചെയ്യാതെ ഓസ്ട്രേലിയ 3 ഷോട്ട്സ് ആണ് ഉണ്ടായിരുന്നു. അത്രയാണ്. അപ്പോൾ അതുപോലെ ഡ്രൈവ് ചെയ്യാതെ വിരാട് കോഹ്ലി കളിക്കുന്നതാണ് നല്ലത്. കാരണം വിരാട് കോഹ്ലിയുടെ സ്ട്രോങ് ഷോട്ടും ഡ്രൈവാണ്, പക്ഷേ വീക്ക് ഷോട്ടും ഡ്രൈവ് തന്നെയാണെന്ന് പറയാൻ പറ്റും. സോ ഡ്രൈവ് ചെയ്യാതെ മാക്സിമം കട്ട് ഷോട്ടിൽ കളിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ബാറ്റ് വെർട്ടിക്കൽ വയ്ക്കുക, ഹൊറിസോണ്ടൽ എന്നോട് തെറ്റിക്കാവും. ഹൊറിസോണ്ടൽ ഇതാണ് ഹൊറിസോണ്ടൽ. ഇപ്പോൾ ഹൊറിസോണ്ടലിയാണ് കളിക്കേണ്ടത്, നമുക്ക് വെർട്ടിക്കലി കളിക്കരുത്. കാരണം എഡ്ജ് വീഴാൻ കുറച്ച് സാധ്യത കൂടുതലാണ്. കാരണം ഹൊറിസോണ്ടലി ബാറ്റിന് ഇത്ര സ്ഥലം വരും, വെർട്ടിക്കലി ആകുമ്പം എഡ്ജ് ഇതായതുകൊണ്ട് ബാക്ക് ഫുട്ട് കളിക്കുന്നത് വളരെ മികച്ചൊരു ഓപ്ഷൻ ആയിരിക്കും. ഇത് ഓസ്ട്രേലിയ കാണരുത് കേട്ടോ. അപ്പോൾ ബാക്ക് ഫുട്ടിൽ ഡ്രൈവ് ചെയ്യാതെ മാക്സിമം കട്ട് ചെയ്ത് കളിക്കുക. അടുത്തതെന്ന് പറയുമ്പോൾ ഷോർട്ട് സെലക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ കട്ട് ചെയ്ത് മാക്സിമം കളിക്കുക. കാരണം ഫസ്റ്റ് ഡേയിൽ ഫ്രഷ് പിച്ചാണ്, ബോൾ നല്ല സ്വിംഗ് ആയിരിക്കും. അവരെല്ലാം ഹൈ സ്പീഡ് ബോളേഴ്സാണ്, നല്ല പൊക്കമുള്ളവരുമാണ്. അവരെല്ലാം മിക്കപ്പോഴും ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിലായിരിക്കും എറിയുന്നത്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിക്കാനാണ് നോക്കുന്നത്. നമ്മുടെ മിക്ക ബാറ്റേഴ്സും അത് ചെയ്യും, അവർക്ക് നന്നായിട്ട് അറിയാം. അതാണ് അവർ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അവരധികം സ്റ്റെമ്പിലോട്ട് ചൂസ് ചെയ്യാത്തത് ബോളിന്. അതേസമയം ബുംറ മാക്സിമം സ്റ്റെമ്പിലാണ് എറിയുന്നത്. ഇതുവരെയുള്ള ആവറേജിൽ ബുംറ തന്നെയാണ് ഏറ്റവും ഫ്രണ്ടിൽ സ്റ്റെംസിൽ ഡയറക്റ്റായിട്ട് ബോൾ എറിയുന്നത്. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആക്കിയതും ബുംറ തന്നെയാണ്. കഴിഞ്ഞ തവണ ഏറ്റിൻ്റെ ഏരിയയിൽ തോൽക്കാതായിരുന്നു. ആകെപ്പാടെ 10-13% ബോൾ മാത്രമേ സ്റ്റെമ്പിൽ ഉണ്ടുള്ളൂ, ബാക്കി എല്ലാം സ്റ്റെമ്പിന് പുറത്തായിരുന്നു. അതിൽ 3/4 ബുംറയായിരുന്നു. അപ്പോൾ അതൊക്കെ ബോൾ സ്ട്രാറ്റജി. ബാറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഏർലി പേഷ്യൻസ്. ആദ്യത്തെ സ്വിംഗിങ് ബോൾസിനെ മാക്സിമം ഔട്ട്സൈഡ് ഓഫിൽ ലീവ് ചെയ്ത് കളിക്കണം. ഒരു 4-5 സെഷൻ വരെ, അത്ര നിന്റെ പോയില്ല, എന്നാലും ആദ്യത്തെ ഒരു 5 സെഷൻ വരെ ബോളിങ്ങിന് മൊത്തം ഡോമിനൻസ് ആയിരിക്കും. കഴിഞ്ഞ അതിൽ പിച്ച് റിപ്പോർട്ടിൽ പറഞ്ഞത് മൊത്തം ഡോമിനൻസ് ആയിരിക്കും. പിച്ചാണെന്നാണ് കണ്ടത്. പിച്ച് അതായിരിക്കും. കാരണം ബോളർ അവർക്ക് ഓസ്ട്രേലിയക്ക് ജയിക്കാൻ വേണ്ടി ഓസ്ട്രേലിയ പിച്ച് ഓസ്ട്രേലിയയിലേക്ക് അയക്കുക. അവർക്ക് ഇംഗ്ലണ്ടിൽ അങ്ങനെ. ഇന്ത്യ ഇത്തിരി സ്പിൻ വെച്ചാൽ അത് ഇന്ത്യക്ക് കുറ്റം. അതെന്ത് കഷ്ടമാണ് ഇതിട്ട് മനസ്സിലാവുന്നത്. അത് വലിയൊരു പാർഷ്യാലിറ്റിയാണ്. എല്ലാവരും അവരുടെ ടീം ജയിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് എന്താ സ്പിന്നാണ് നമ്മുടെ കരുത്ത്. 10 വിക്കറ്റും പേസേഴ്സ് എടുത്ത ഒരു കുഴപ്പമില്ല, സ്പിന്നേഴ്സ് എടുത്താൽ 10 വിക്കറ്റും 5 വിക്കറ്റ് തീർന്നില്ല. അശ്വിൻ 5 വിക്കറ്റ് തീർന്നു. പിന്നെ അശ്വിൻ ആയതൊന്നും പറയുന്നില്ലെന്ന് തിരിച്ച് പറയുന്നറിയാം. അപ്പം നേരത്തെ പറഞ്ഞ തന്നെ ആദ്യത്തെ ഒരു 1-1.5 ദിവസം ബാറ്റേഴ്സിന് കുറച്ച് കളിക്കാൻ പതുക്കെയാണ്. അതിനുശേഷം ഒരു 3-4 ദിവസം വരെ ബാറ്ററിനെ കുറച്ചുകൂടി സെക്കൻഡ് ഡേ ഈവനിങ് തൊട്ട് ഫസ്റ്റ് ഇന്നിങ്സിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നിൽക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ നിൽക്കുവാണെങ്കിൽ അത് വി വി ശ്രീമൻ രാവിലെ ഉണ്ടായിരുന്നു. ആദ്യ സൈഡിൽ കളിച്ചതിന് പുജാരയിലെ വേണമായിരുന്നു ഇപ്രാവശ്യം. ഫോമിലായിരുന്നു പുജാര, നെറ്റില്ല. അപ്പോൾ അതൊക്കെയാണുള്ളത്. സ്ട്രാറ്റജി ഇപ്പോഴും കഥയിട്ട് പറഞ്ഞു നിർത്തിയിട്ടില്ല. അവരുടെ ബോളേഴ്സിന് മിക്കതും ഒരു ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിലായിരിക്കും അറിയുന്നത്. അത് മാക്സിമം ഒഴിവാക്കുക, ഷോട്ട്സ് കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് കളിക്കുക. നേരത്തെ പ്രീ മെഡിറ്റേറ്റ് ചെയ്ത് പോവുക. എല്ലാം അങ്ങോട്ട് വന്നാൽ ലീവ് ചെയ്യുക, ഇങ്ങോട്ട് വന്നാൽ തൊടാതിരിക്കുക. സ്റ്റെമ്പിന് നേരെ വരുമ്പോൾ മാറ്റം ബാറ്റി കൊണ്ടുവയ്ക്കുക. സ്റ്റെമ്പിന് മുകളോട്ട് വരുന്നത് ബൗൺസ് കൂടുതലാണ്. സോ മാക്സിമം ഇങ്ങനെ മുകളോട്ട് എന്തോ പറയുന്നത് അപ്പർ കട്ടക്ക് അത് കൂടുതൽ ട്രൈ ചെയ്യണ്ട. കളിക്കാൻ അറിയുന്ന ആൾക്കാർ മാത്രം കളിച്ചാൽ മതി. പന്തിനോട് പറയുന്നില്ല അവർ കളിക്കും. ഇതൊക്കെ കളിക്കാൻ പറ്റിയ ഹർദിക് പാണ്ഡ്യയാണ്. നോക്കാതെ അങ്ങ് അടിച്ചോളൂ. ബോൾ ബാറ്റ് ചെയ്തിട്ട് എവിടെയൊക്കെ ബുക്കുള്ളൂ. ഹർദിക് പാണ്ഡ്യയുടെ കഴിവാണ്. അതെങ്ങനെയാണ് നോ ലുക്ക് ഷോട്ട്. ബോൾ പോലും നോക്കാതെ അടിക്കുന്നത്. ബോൾ ബൗൺസ് ചെയ്യണത് മാത്രം നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നോക്കി എന്നിട്ട് ബോൾ 6 പോയി. ഓക്കെ, എന്നാൽ ബോളറിനെ നോക്കി ആശ്വസിക്കുക ഒന്നുമില്ല, അങ്ങ് അവഗണിക്കുക.
അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ബാറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി അടുത്ത ബോളിംഗ് സ്ട്രാറ്റജിയിലോട്ട് നമുക്ക് പോകാം. ബാറ്റേഴ്സിന്റെ ഗ്രേവ് യാർഡ് ആണ് ഫസ്റ്റ് ഡേ എന്ന് പറയപ്പെടുന്നു. സ്വാഭാവികം ഇന്ത്യ ആണെങ്കിൽ മാത്രം, അവർക്കത് അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ 2 ഇന്നിങ്സിലും കഴിഞ്ഞ 3 ഇന്നിങ്സിലും ട്രാവിസ് ഹെഡ് ഗാബയിൽ ഫസ്റ്റ് ബോൾ ഡക്കായിരുന്നു. ചരിത്രം ഓർത്തിക്കട്ടെ. ഇന്നിങ്സിൽ ഔട്ടായാൽ മതിയായിരുന്നു. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഗാബ ജയിക്കുന്നത് ഏത് ടീമായിരിക്കുമോ ആ ടീം സീരീസ് ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആദ്യത്തെ 3 ടെസ്റ്റ് പെർത്ത്, അഡ്ലേഡ്, ഗാബ, ഇത് 3ഉം ഓസ്ട്രേലിയ അധികം തോക്കാത്ത പിച്ച ഈ 3ഉം. സോ തുടക്കത്തിലെ 3-0 നിന്നിട്ട് സീരീസ് ജയിക്കാനാണ് ഓസ്ട്രേലിയ പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഫസ്റ്റ് ഇന്നിങ്സിൽ ജയിച്ചിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സിൽ ഇന്ത്യ ജയിച്ച ഫസ്റ്റ് ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചു. പിന്നെ സെക്കൻഡ് ടെസ്റ്റ് ഡേ നൈറ്റ് ടെസ്റ്റാണ്. അത് ഓസ്ട്രേലിയ മാത്രമേ കളിക്കാൻ പറ്റൂ. എന്താണെന്ന് പറഞ്ഞുകൂടെ, ഓസ്ട്രേലിയക്ക് മാത്രം കളിക്കാൻ പറ്റുന്ന ഇതാണ്. ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസിനോട് അത് ഗാബയിൽ അതെങ്ങനെയാണ് ചരിത്ര സംഭവം? നമുക്ക് വീണ്ടും ചരിത്രങ്ങൾ ആവർത്തിക്കും. ഗാബ ആവർത്തിക്കട്ടെ. ഒന്നുകൂടി തോറ്റാൽ ഹാട്രിക് വന്നില്ല. 3 അടുപ്പിച്ച് 3 തോളി തോക്കുന്നില്ല. ഗാബയിൽ തോക്കാതിരുന്നിട്ട് ഇന്ത്യ 30 വർഷം തോക്കാതിരുന്നത് തുടങ്ങി വെച്ചു. ജയിച്ചിട്ടില്ല. അതിന് 2 ടെസ്റ്റേ കഴിഞ്ഞുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ബോൾ ശൈലി നമുക്ക് വീണ്ടും തിരിച്ചെത്താം. ഇപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സ്, കാരണം ഫാസ്റ്റ് ബോളിങ്ങിന്റെ പിച്ചായിരിക്കും 3-4 ദിവസത്തേക്ക്. അപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സ് എങ്ങനെ ബോൾ ചെയ്യണമെന്നാണ് അഗേഷ് നിങ്ങൾ പറയുന്നത്? നേരത്തെ നമ്മൾ ബാറ്റേഴ്സിനോട് പറഞ്ഞത് നമ്മൾ ബോളേഴ്സിനോട് പറയുന്നു. ബാറ്റേഴ്സിനെ നമ്മൾ ഓസ്ട്രേലിയയിൽ കളിപ്പിക്കുക. വീണ്ടും പറഞ്ഞു ഈ വീഡിയോ ഓസ്ട്രേലിയ കാണിരിക്കും. ഇന്ത്യ മാത്രം കാണുക. അപ്പോൾ ഈ ബുംറയും സിറാജും എന്തായാലും കൺഫേം ആണ്. 3ാമത്തെ ബോളർ കൺഫേം അല്ല. മിക്കവാറും ഹർഷിത് റാണ തന്നെയായിരിക്കും. ചിലപ്പം ബൗൺസ് ഉള്ളത് കൊണ്ട് പ്രസിദ്ധ് കൃഷ്ണനെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഹർഷിത് റാണ കഴിഞ്ഞ സീസൺ ഭയങ്കര ഇതായതുകൊണ്ട് മോറൽ ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സെയിം ടീമിനെ കീപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം മോർണിംഗ് മോർക്ക് നല്ല വൃത്തിയിൽ ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത് കൊണ്ട് ഹർഷിത് റാണയ്ക്ക് സാധ്യതയുണ്ട്. കാരണം എന്നിട്ട് പോണ്ടി കഴിച്ച് പറഞ്ഞു കേട്ടോ, മര്യാദ കളിക്കുന്ന ആൾക്കാരൊക്കെ വഴക്കുണ്ടാക്കരുത്. പോണ്ടിങ് പറയുന്നു. പിന്നെ അവര് പിന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പാവങ്ങളല്ലേ. അതെ, ബോൾ തലയെ കൊണ്ടാൽ പോലും പോട്ട് പിന്നെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ ആൾക്കാരായതുകൊണ്ട് നമ്മൾ വിട്ടേക്കാം. പിന്നെ ഗുഡ് ലെങ്ത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യിക്കാൻ നോക്കണം. കാരണം നല്ല ബൗൺസ് ആയതുകൊണ്ട് ഗുഡ് ലെങ്ത് പെട്ടെന്ന് ഇതാവത്തില്ല. ഈ സ്റ്റെമ്പിൽ ഗുഡ് ലെങ്ത്തിലും പറ്റത്തില്ല. യോർക്കർ എറിഞ്ഞാൽ സ്റ്റെമ്പിൽ കൂടുന്ന അവസ്ഥയായിരിക്കും ആ പിച്ച് വരുന്നത്. അല്ലെങ്കിൽ സ്ലോട്ടിൽ എറിയണം. അവിടെ ടെസ്റ്റിൽ സ്ലോട്ട് എന്ന് പറയുന്നൊരു സ്ഥലമല്ല. നമുക്ക് ഫുൾ ലെങ്തിനെയാണ് പറയുന്നത്. ഫുൾ ലെങ്ത്തും അതിനിടയ്ക്ക് കുറച്ച് മുകളിലോട്ട് വരുന്നത് അടിക്കാൻ പറ്റിയൊരു ഭാഗമാണ് സ്ലോട്ട്. ആ ഒരു ലെങ്ത്തിൽ 2020 സ്ലോട്ട് പൊസിഷനിൽ ടെസ്റ്റിൽ എറിയണമെങ്കിൽ വിക്കറ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ട്രാവിസ് ഹെഡിന്റെ കാര്യമല്ല പറയുന്നത്, ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ട്രാവിസ് ഹെഡിന്റെ ലെങ്ത് ഒന്നും പ്രശ്നമല്ല. അടിക്കാൻ തോന്നുമ്പോൾ അടിക്കും, ഔട്ടാവുമ്പോൾ ഔട്ടാവും. അങ്ങനെ തോന്നാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതാണ് നമുക്ക് ഫാസ്റ്റ് ബോളിങ്ങിന്റെ കാര്യം പറയുന്നത്. നമുക്ക് സ്വിങ്ങിന്റെ കാര്യം നോക്കാം. അത് ഫാസ്റ്റ് ബോളേഴ്സ് സ്വിങ്ങിൽ നമുക്ക് എങ്ങനെ സ്വിങ് ചെയ്യുന്നത് പറയുന്നത്. സ്വിങ്ങിൽ നമ്മൾ എന്തൊക്കെ നോക്കേണ്ടത്? സിറാജിനാണ് സ്വിങ്ങിന്റെ മാറ്ററിൽ കൂടുതൽ ഫ്രണ്ട് നിൽക്കുന്നത് ബുംറയേക്കാൾ. അല്ല, ബുംറയിൽ സ്വിങ് ചെയ്യാൻ സമയമില്ലല്ലോ. അതിനും വിക്കറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ഷമിയും കൊണ്ടുണ്ടെങ്കിൽ നല്ല കുട്ടിലെ ബോളിംഗ് ആയിരുന്നു. സ്വിങ് ചെയ്യിക്കാനായിട്ട് സിറാജ്, നേരെ എറിയാൻ വേണ്ടിയിട്ട് ഷമിയല്ല ബുംറ, ലേറ്റ് ആയിട്ട് സ്വിങ് ചെയ്യിക്കാൻ വേണ്ടി ഷമി. തൊട്ടാ വിക്കറ്റാണ് 3ഉം കൂടെ. പക്ഷേ ഷമിയില്ല. ഫിറ്റ്നസ് മിക്കവാറും ഇഷ്യൂ ഉള്ളത് കൊണ്ട് 5 ദിവസം കളിക്കാനുള്ള അത്ര ഫിറ്റ്നസ് ഷമിക്കില്ല. പിന്നെ ഇന്ത്യ ഏതുകൊണ്ട് 3 ദിവസം കളിക്കേണ്ടി വരുള്ളൂ. പക്ഷെ കൂടുതലും ബോൾ ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട്. പിന്നെ ഇന്ത്യക്ക് അടുത്ത് നോക്കേണ്ടതാണ് ബുംറയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും വെയിറ്റേജ് വരുന്നത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ. അപ്പോൾ ഇന്ത്യ അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ടത് ബുംറയെ കുറിച്ച് ഓർത്തെങ്കിലും ഒരു ദിവസമെങ്കിലും ബാറ്റ് ചെയ്യാം. കുറച്ച് റെസ്റ്റ് വേണം ബുംറയ്ക്ക്. അല്ല, അത് കഴിഞ്ഞ് നടക്കണം. അതെ, അല്ലെങ്കിൽ ബുംറ ഇല്ലെങ്കിൽ 2 ടെസ്റ്റ് കളിക്കാൻ പറ്റും. തിരിച്ച് ഓപ്പണിംഗിൽ ഗ്രോത്ത് ഓപ്പണിംഗ് ആയിരിക്കും. കാരണം കഴിഞ്ഞ ടെസ്റ്റിൽ എല്ലാവർക്കും ഭയങ്കര വിഷമമായി പോയി. കാരണം KL രാഹുലും പറഞ്ഞു എനിക്ക് ടീമിലുണ്ടായിരുന്ന മതി, കളിക്കണമെന്നില്ല, ഓപ്പണിംഗ് ഇറങ്ങണമെന്നില്ല. അപ്പോൾ മിക്കവാറും അങ്ങനെയാണെങ്കിൽ രോഹിത് ശർമ്മയും ജയ്സ്വാളും തന്നെ എനിക്ക് ഓപ്പണിംഗ് വരുന്നത്. ഗില്ല് പിന്നെ 1 ഡൗൺ തന്നെയാണ്. കോഹ്ലി കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാഹുലിന് സാധ്യതയുണ്ട്. കോഹ്ലി കഴിഞ്ഞ പന്ത് തന്നെയാണ്. പന്ത് കഴിഞ്ഞിട്ടായിരിക്കും രാഹുൽ. അപ്പം 2 കളിക്കില്ല. മറ്റേ ഇളമത്തല്ലേ കളിക്കാതിരിക്കും. പക്ഷെ രാഹുൽ ഇപ്പോഴത്തെ സ്ട്രാറ്റജി കുറച്ചൊന്ന് മാറ്റണം. കാരണം ഇവിടെ ഇന്ത്യ കളിച്ച പോലെ തന്നെ ഒന്നും കളിച്ചാൽ ശരിയാവില്ല ഓസ്ട്രേലിയയിൽ. കാരണം ഓപ്പണിംഗ് ആയിട്ട് 2 അടിച്ച് കളിക്കാമെന്നത് മാറി. അതിന് പ്രത്യേക സ്ട്രാറ്റജി ടീം മാനേജർ നടത്തണതാണ് നല്ലത്. കാരണം നമ്മൾ TV കാണുന്നതല്ലല്ലോ കളി.
അപ്പോൾ ഈ കോച്ചുമാർക്ക് കുറച്ചുകൂടി ഇത് അറിയാന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ കുറച്ചുകൂടി പ്രാവശ്യം ഗാബയിൽ കളിച്ചപ്പം റോഹിത്തും കളിച്ചായിരുന്നു. അവർ കുറച്ച് ഗില്ലും റോഹിത്തും നല്ല ഓപ്പണിംഗ് തന്നെയാണ് കൊടുത്തിരുന്നത് ഗാബയിൽ ടെസ്റ്റിൽ. പിന്നെ കുറെ ക്യാമിയോസ് രണ്ടാ മിന്നെ ഉണ്ടായിരുന്നു. വാഷിംഗ്ടൺ സുന്ദർ വാഷിംഗ്ടൺ വേണം സുന്ദർ. തോന്നുന്നില്ല. സുന്ദരം വേണം. താക്കൂർ പാവം. ശ്ശോ, എവിടെ പെട്ടെന്ന് ഔട്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാം ബോൾ മോളിൽ കൂടെ പോയി. 6 ആണെങ്കിലും 4 ആണെങ്കിലും ഒന്നും താഴെ കൂടെ അടിച്ചിട്ടില്ല. നേരത്തെ തീരേണ്ട ഇന്നിങ്സ് വാഷിംഗ്ടണും താക്കൂറും കൂടെ അടിച്ച് കയറ്റിയത്. അതിന് മുമ്പ് സിഡ്നിയിൽ വെച്ചല്ലേ മറ്റേ സിഡ്നിയിൽ അടങ്ങിയിരുന്നു സിഡ്നിയിൽ മറ്റേ യൂറി ബോണ്ട്. നമ്മളെല്ലാ അശ്വിനി വിഹാരി നമ്മൾ എല്ലാ എപ്പിസോഡിലും പറയുന്നുണ്ടല്ലേ അത് സെയിം അശ്വിനിയും ഹനുമ വിഹാരി നമ്മൾ സ്മരിക്കുന്നു. അതൊന്നും പറ്റിയില്ലല്ലോ. ടീമിലില്ല, സ്കോഡിലില്ല, പക്ഷെ സ്മരിക്കാനല്ലേ പറ്റുള്ളൂ. പെട്ടെന്നൊക്കെ തിരിച്ച് ടീം വരാൻ പറ്റട്ടെ. അതെ, നമുക്ക് എല്ലാതും വേറെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സഞ്ജുവിനെ വേണ്ടി തന്നെ 10-14 വർഷം ഇങ്ങനെ ചെയ്തിട്ടാണ് കൺഫേം ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ബാക്കിയൊന്നും പറയുന്നില്ല. ഞാൻ പിടിച്ച വണ്ടിയിലും വരാം, കുറച്ചും കൂടെ ഒന്ന് രഞ്ജിയിലും പിടിച്ച. പക്ഷേ ഇനി പ്രശ്നം ഇത് ആര് മാറും? അത് നോക്കിയിരുന്ന മതി. നിതീഷ് റെഡ്ഡി എന്തായാലും മാറൂല, കൺഫേം ആയി. പിന്നെ ഉള്ളത് രോഹിത്, കോഹ്ലി, ജഡേജ. പ്രതീക്ഷിക്കുന്നത് ഇവരെ വിരമിച്ചാലേ ഇനി അടുത്തൊരു ചാൻസ് ഉള്ളൂ. ജഡേജ അശ്വിനും സമയമായി. ജഡേജയ്ക്ക് സമയമായില്ല, അശ്വിന് സമയമാവാറായി. അടുത്ത ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചാൽ മിക്ക അശ്വിനും പ്ലെയർ ഓഫ് സീരീസ് എല്ലാം ആണെങ്കിൽ അവിടെ അങ്ങ് പറയും ഞാൻ നിർത്തുവാണെന്ന്. പക്ഷെ അശ്വിൻ നല്ലൊരു ബോളറാ. പക്ഷെ ഫീൽഡിംഗ് ആണ്. കഴിഞ്ഞ ദിവസം ഞെട്ടി അശ്വിൻ ഫീൽഡിംഗ് ഓട്ടോ ശരിയാ, ഭയങ്കര ഓട്ടോ ഒരു കേട്ടോ, പറയേണ്ട കാര്യം. പക്ഷെ സ്ലോ ആണ്. 38 years old ആണ്, സമയമായി. പിന്നെ വിരമിക്കരുത് കേട്ടാ, നല്ല സ്പിന്നറിനെ കിട്ടിയിട്ടില്ല. അത് പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ കഴിഞ്ഞ ഒരു 17 ടെസ്റ്റ് മാച്ച് എടുത്താൽ ഒരേ ഒരു സെഞ്ചുറി ഉള്ളൂ ഫസ്റ്റ് ഇന്നിങ്സിൽ അശ്വിന്. കഴിഞ്ഞ ചെന്നൈയിൽ വെച്ച് അടിച്ചത് ബംഗ്ലാദേശിലൂടെ. അത് ഇന്ത്യക്ക് വലിയ പ്രശ്നമാണ്, കാരണം ഫസ്റ്റ് ഇന്നിങ്സിൽ കളിക്കാനില്ല. അതെ, ഫസ്റ്റ് ഇന്നിങ്സ് ഇന്ത്യ മറന്നു. സെക്കൻഡ് ഇന്നിങ്സ് പിടിക്കാൻ പറ്റൂല. ഫസ്റ്റ് ഇന്നിങ്സ് കളിച്ചാലേ ബോളർമാർ കോൺഫിഡൻസ് ഉള്ളൂ. ഫസ്റ്റ് ഇന്നിങ്സ് കളിക്കാത്തതുകൊണ്ട് അവന്മാർ ചെറിയ സ്കോർ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഇന്നിങ്സിൽ വലിയ സ്കോർ എടുത്തിട്ടും കാര്യമില്ല. അവന്മാർക്ക് ചെറിയ സ്കോർ ആയിരിക്കും. അതുകൊണ്ട് ഇന്ത്യ ഫസ്റ്റ് കഴിഞ്ഞ പറഞ്ഞല്ലേ ബോൾ ചെയ്യുക, ടോസ് കിട്ടുന്നവർ ബോൾ ചെയ്യുക. ഇന്ത്യക്ക് ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റിംഗ് കിട്ടിയാൽ ഞാൻ കഴിഞ്ഞ പിച്ചിലെ പറഞ്ഞത് പ്രാർത്ഥിക്കുക. അതെ, വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. പിന്നെ ബോളിംഗ് സ്ട്രാറ്റജിയിൽ ബാക്കിയുള്ളത് സ്പിൻ ബോളേഴ്സ്. ആദ്യത്തെ 2 ദിവസം ഒന്നും നോക്കണ്ട, 3 വലിയ കാണും നോക്കണ്ട. 3-ാമത്തെ ദിവസം തൊട്ട് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, നല്ല ദിവസം തൊട്ട് എന്തെങ്കിലും ക്രാക്കൊക്കെ വന്നാൽ ടേൺ കിട്ടത്തുള്ളൂ. പിന്നെ ഗാവ ആയതുകൊണ്ട് ക്രാക്ക് വരും, വൈകാതെ വരും. അതൊക്കെ ബാറ്റേഴ്സിന്റെ ഗ്രേവിയാടാണ്. ആദ്യത്തെ 3 ദിവസമൊക്കെ ഫാസ്റ്റ് ബോളേഴ്സ് എറിഞ്ഞിടും, അതിന്റെ ഇടയിൽ കൂടെ വല്ല വിക്കറ്റും കിട്ടിയാൽ കിട്ടി. നമുക്ക് 2 സ്പിന്നറിന് വെച്ചിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു, അശ്വിനും ജഡേജയും. സുന്ദറിനെയാണ് എനിക്ക് ചാൻസ് കൂടുതൽ. ഒറ്റ സ്പിന്നറെ കാണുള്ളൂ, നിതീഷ് റെഡ്ഡിയും കൂടി ഉള്ളത് കൊണ്ട്. നിതീഷ് റെഡ്ഡി നല്ലപോലെ കളിക്കുന്നുമുണ്ട്, അതുകൊണ്ട് മാറ്റുന്നത് അത്ര നല്ല. ബോളിങ്ങിൽ വിക്കറ്റ് കിട്ടുന്നില്ലെങ്കിലും അതിൽ പ്രഷർ ചെയ്യുന്നുണ്ട് അപ്പർ സൈഡിൽ നിന്ന്. അത് ബുംറയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. അത് കഴിഞ്ഞ ടെസ്റ്റിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഫസ്റ്റ് ടെസ്റ്റിൽ 3 ബോളർ നന്നായിട്ട് ബോൾ ചെയ്തായിരുന്നു. പിന്നെ നോ ബോൾ കുറച്ചെന്ന് പറയുന്നത് ഹർഷിത്രാണ്. ഇച്ചിരി നോ ബോൾ ഇച്ചിരി കൂടുതലാണ്. അതിന്റെ ഇത് വേഗം കയറിയിട്ടാണെന്ന് തോന്നുന്നു. ഓസ്ട്രേലിയ ഫസ്റ്റിൽ ഇത്ര 17-22 നോ ബോൾ അങ്ങോട്ട് കൊടുത്തു. അത് നോക്കാം. ഇനി നമുക്ക് ആരും ചർച്ച ചെയ്യാത്ത കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഫീൽഡിംഗ് സ്ട്രാറ്റജി. 4 സ്ലിപ്പ്, ഒരു ലെഗ് സ്ലിപ്പ് വേണം. ഔട്ട്സൈഡ് ഓഫ് ഇല്ലാത്തോണ്ടിരിക്കില്ല ലെഗ് സ്ലിപ്പ്. സർപ്രൈസ് ബുംറയ്ക്ക് വേണ്ടി അല്ല, സിറാജിന് വേണ്ടി ലെഗ് സ്ലിപ്പ് ആണെങ്കിൽ വെക്കാം. കാരണം ബാറ്ററിനെ വെക്കുമ്പോൾ സ്റ്റീവ് സ്മിത്തിന് വേണമെങ്കിൽ ലെഗ് സ്ലിപ്പ് വയ്ക്കാം. കവചയ്ക്ക് ആവശ്യം വരും. ഒരു സർപ്രൈസ് ബൗൺസ് ഈ ഭാഗത്തോട്ട് എറിയണമെങ്കിൽ അങ്ങോട്ട് അടിച്ചു പോകും. ട്രാവിസ് ഹെഡും സർപ്രൈസ് ആക്കിയത് എല്ലാവരും വിളിച്ച് ബൗണ്ടറി നിർത്തി. നിങ്ങൾ എവിടെയാണോ ട്രാവിസ് ഹെഡ് അടുത്ത കളി കളിക്കൂലെന്നല്ല, സ്കോർ തുടക്കത്തിൽ നല്ല സ്വിംഗ് ആയതുകൊണ്ട് സ്ലിപ്പുകൾ നോക്കിയിരിക്കും. കഴിഞ്ഞ സ്ലിപ്പിൽ ഇന്ത്യ കുറച്ച് ക്യാച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ആയിരിക്കും സർപ്രൈസ് വിരാട് കോഹ്ലി ക്യാച്ച് എന്ത് പറ്റിയുണ്ടോ വിരാട് കോഹ്ലി ഏറ്റവും കൂടുതൽ കോഹ്ലിയാണ് കളയുന്നത്. സാധാരണ വിരാട് കോഹ്ലി സിമ്പിൾ ക്യാച്ചുകൾ മാത്രമേ കളയാറുള്ളൂ. സിമ്പിളും പിടിക്കുന്നില്ല, അഡ്വഞ്ചേഴ്സും പിടിക്കുന്നില്ല. എന്ത് പറ്റുമോ ഫിറ്റ്നസ് ആയിരിക്കും. പിന്നെ സ്പിന്നറിനെ കൂടുതലും റിവേഴ്സും സ്വീപ്പും ഒക്കെ ആയിരിക്കും കൂടുതൽ നടക്കുന്നത്. അവിടെ 4 ഫീൽഡേഴ്സിനെ വെക്കുക. ഇപ്പോൾ 4, 4, 8, 9, 10 ഈ ഫീൽഡറും കൂടി പോകും. ഒന്ന് ബാറ്റർ വിടാണെങ്കിൽ സ്ലിപ്പ്, ലെഗ് സ്ലിപ്പ്, ഇവിടെ ഒരു സില്ലി മിഡ്, ഇവിടെ ഒരു സില്ലി പോയിന്റ്, സ്വീപ്പർ, അവിടെ ഒരാൾ, റിവേഴ്സ് സ്വീപ്പിന് അവിടെ ഒരാൾ, ഇവിടെ ഷോർട്ട് തേർഡ് മാൻ.
1 2 3 4 5 6 7 8 9 10 ഒരാളോട് ബാക്കിയുണ്ട്. കവറിൽ വേണ്ട, ഈ സ്ട്രൈറ്റിലാരും ഇല്ല. അതാണ് നമ്മൾ കവറിൽ കളിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ടോ ഷോർട്ട് ആഡ്മാൻ ആവശ്യമില്ല. ഒരാള് മിഡ് ഓൺ ലോങ് ഓൺ ടൈമിൽ, ഒരാൾ ഷോർട്ട് ചെയ്യും മിഡ് ഓഫിൽ. അതായിരിക്കും നല്ലത്. ഇതൊക്കെ ഗ്രാഫിക്കലി വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വെക്കാൻ കേട്ടോ. എനിക്ക് എങ്ങനെയെന്ന് റെക്കോർഡിംഗ് അല്ലേ. അപ്പം നമ്മൾ നേരത്തെ ടെസ്റ്റ് പറഞ്ഞിട്ടും ടെസ്റ്റ് പിച്ചിൽ നമ്മൾ പറഞ്ഞിരുന്ന ടോസ് കിട്ടിയ ആൾക്കാർ എന്ത് ചെയ്യണം? ഓസ്ട്രേലിയ ടോസ് ഇട്ട് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യട്ടെ. അതെ, ഇന്ത്യക്ക് ടോസ് ഇട്ട് ബോൾ ചെയ്യട്ടെ. അതെ, രണ്ടും ഒരേ ഡെസിഷനാണ്, വേറെ വ്യത്യാസമൊന്നും. പിന്നെ സ്വാഭാവികമായിട്ടും 1 ഓവറിൻ്റെ വിക്കറ്റ് എടുക്കാൻ നോക്കാം. ഇന്ത്യ വിക്കറ്റ് കൊടുക്കാൻ നിൽക്കരുത്. ഇന്ത്യ ബാറ്റ് ചെയ്യണമെങ്കിൽ 1 ഓവറിൻ്റെ വിക്കറ്റ് പോകാതിരിക്കാൻ നോക്കാം. മാക്സിമം എത്ര ഓവർ നേടുന്നാലും കുഴപ്പമില്ല, ഔട്ട് ആവാതിരിക്കും. 30 ഓവർ മേടുന്ന ഒരു കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നത്. പിന്നെ റണ്ണെടുക്കാൻ മറക്കരുത്. പിന്നെ ഇന്ത്യക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് ടൈലൻഡ് ബാറ്റ് ചെയ്യാൻ ആളില്ല. അതെ, ഒരു പാർട്ണർഷിപ്പിന് ആളില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഹൈലൈറ്റ്സ് കണ്ട് ഇന്ത്യ ന്യൂസിലൻഡ് 2011-ലോ 10-ലോ ഹർഭജൻ സെഞ്ചുറി അടിച്ച കളി. സഹീർ ഖാനൊക്കെ 37 ബോൾ, ശ്രീശാന്ത് 11 ഇറങ്ങിയിട്ട് 71 ബോൾ 37 റണ്ണൊക്കെ അടിച്ചത്. അതൊക്കെയാണ് ടൈലൻഡ്. കണ്ടിട്ട് ഇന്ത്യക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ടൈലൻഡ് ഉണ്ട്. ആ അവസാനത്തെ 4 ബാറ്റേഴ്സും കൂടെ ചേർന്ന് അടിച്ചത് 111, 7-ഉം 37-ഉം കൂടെ 150 റണ്ണുണ്ട്. 4 പേര് മാത്രം ടൈലൻഡില്. ഇന്ത്യയുടെ ഓപ്പൺ 4 ഒരു അടിക്കുന്നില്ല. ഇപ്പൊ മിഡിൽ ഓർഡറും താഴെയുള്ളവരാണ് കൂടുതൽ അടിക്കേണ്ടത്. ബുംറ സിറാജ് അടിക്കുന്നത് ഒരു ടോപ്പ് ഓർഡറിലാരും അടിക്കണില്ല. കഴിഞ്ഞ ട്രോളുണ്ട്, നീ കണ്ടായിരുന്നു. അടുത്ത കളി സിറാജ് നീ കളിക്കില്ല, അതെന്തോ നീ എന്നേക്കാൾ സ്കോർ ചെയ്തു. ഇതൊക്കെ ട്രോളായിട്ട് ജയ്സ്വാലിനെ പറ്റി പറയാൻ മറന്നുപോയി. സമയത്തിന് നേരത്തൊക്കെ ബെസ്റ്റ് ടീമിൽ കയറണം. അതെ, രോഹിത് ശർമ്മയാണ്. അല്ല അവരൊക്കെ രോഹിത് ശർമ്മ അറിയില്ല, പിച്ചിൽ വാദം തെറി വിളിയുള്ളൂ. പക്ഷെ നല്ല ചൂടായപ്പോൾ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ കാണുമായിരിക്കും. പിന്നെ ഫൈനലായിരിക്കും, കളിപ്പിക്കായിരിക്കില്ല. സെഞ്ചുറി അടിച്ച പയ്യനും എന്ന് പ്രതീക്ഷിക്കും. കളിപ്പിക്ക് വേറെ ആളില്ല ഇറങ്ങാൻ. അല്ലെങ്കിൽ രോഹിത് രാവിലെ കൂടി ഓപ്പണിങ് ഇറങ്ങും. അപ്പൊ പഴയ ഓപ്പണിംഗ് ഒക്കെ വരും. അതെ, അല്ലെങ്കിൽ ഗില്ല് ചിലപ്പോൾ ഓപ്പണിങ് ഇറങ്ങും. കേരളയിൽ വണ്ടോടെ ഇറങ്ങും. കേരളം എവിടെ ആയാലും കുഴപ്പമില്ലല്ലോ. 11 ഇറക്കിയാലും കളിച്ചോളൂ, ഒരു സങ്കടം ഉണ്ടാവില്ല. ഒരു സങ്കടം ഇല്ല, പക്ഷെ കളിക്കലാണ് പ്രശ്നം. പെട്ടെന്ന് ഔട്ടോ എന്താ രാഹുലിന്റെ ഒരു നല്ല ഇന്നിങ്സ് പ്രതീക്ഷിക്കാം. അതെ, ഇനി നമുക്ക് ഗാബയിൽ ബാറ്റ് ചെയ്യണം. നമുക്ക് എന്തൊക്കെ സ്കില്ല് വേണം? ഒന്ന് പേഷ്യൻസ്, ബോൾ നോക്കി കളിക്കണം. ബോൾ നോക്കിക്കൊണ്ടിരിക്കരുത്, നോക്കി കളിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫ് സൈഡിലോട്ട് റിസ്കി ഷോട്ട്, അതായത് തൊടുന്നതല്ല റിസ്കി ഷോട്ടാണ്, സൂക്ഷിച്ച് കളിക്കുക. ഓഫ് സൈഡിൽ കളിക്കാതിരിക്കുക മാക്സിമം. ആദ്യത്തെ ഒരു 30 ഓവേഴ്സ് നമ്മൾ പണ്ടത്തെ നമ്മുടെ സേവാഗിനെ പോലെ ആരും ബോൾ ഡോട്ടാക്കാൻ നിൽക്കരുത്. ജാവലിനെ പോലെ വേണം ബോൾ ഡോട്ടാക്കാൻ. ബോൾ ലീവ് ചെയ്തും പൊട്ടിയും വേണം ബോൾ ഡോട്ടാക്കാൻ. ഓടി വരും, സ്റ്റാർക്കും ഹേസൽവുഡൊക്കെ അവിടെ നിന്ന് ഓടി വരും. നമ്മുടെ പഴയ കോച്ച് പഠിപ്പിച്ച പോലെ ഇങ്ങനെ പറഞ്ഞ ബോളിനെ ഇങ്ങനെ അടിച്ച് തറയിടുക. ആ ഇടുന്നേ തന്നെ ഒരു 3 പ്രാവശ്യം ബോൾ തട്ടും, അപ്പൊ തന്നെ ബോൾ വഴുതും. അങ്ങനെ കളിച്ചാൽ ഷോയിബ് അക്തർ ബൗണ്ടറി ലൈനിൽ ഓടി വരും. 140 എറിയുന്നു, കൊട്ടുന്നു. രാവിലെ പ്രത്യേകമാണ് ബോള് ഇവിടെ കൊട്ടാണെങ്കിൽ അവിടെ നിൽക്കും ബോൾ. എങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ, തറയിലിടും, ആ ബോൾ അവിടെ നിന്ന് അനങ്ങൂല. എങ്ങനെയാണോ കഴിവാണ് അതൊക്കെ. അങ്ങനെ കളിക്കാൻ പുജാരി ഇല്ല, ബാക്കിയെല്ലാം കളിക്കണം. അങ്ങനെ കൊട്ടുന്ന ആളെ ആയില്ലെന്ന്. പക്ഷെ അതേപോലെ ഇങ്ങനെ കൊട്ടി നിൽക്കാൻ പുജാരി എടുത്തില്ല. പുജാരി വേണം വരും. പിന്നെ നേരത്തെ പറഞ്ഞ ബാക്ക് ഫുട്ട് കളിക്കുക, ഫ്രണ്ട് ഫുട്ട് അധികം കളിക്കാതിരിക്കുക. എന്ന് പറഞ്ഞാൽ യോർക്കറിനും ബാക്ക് ഫുട്ടും കയറി നിൽക്കരുത്. നിങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. മാക്സിമം ആദ്യത്തെ 10-20 ഓവർ ഒന്നും അടിക്കാൻ, ഓഫ് സൈഡിലൊന്നും അടിക്കാൻ നിൽക്കരുത്. മാക്സിമം ലൂസ് ബോൾസ് മാത്രം കളിച്ച് നിൽക്കുക. അത് 30 ഓവറിൽ പ്രതീക്ഷിക്കേണ്ട അതൊക്കെ കിട്ടുന്നുള്ളത്. അവർ ബോറടിക്കുമ്പോഴൊക്കെ അവര് വല്ലപ്പോഴും ഫ്ലിക് ഷോട്ട് അടിക്കാൻ വേണ്ടി അവർ ഇട്ട് തരും. അതൊക്കെ അടിച്ചോട്ടെ, അവിടെ എന്തായാലും ഫീൽഡർ വെക്കില്ല. എല്ലാം ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. നമ്മളെ ഇന്ത്യക്കാരിലാണ് നിങ്ങൾ അടിച്ചാലും സ്ലിപ്പിൽ കാച്ചു. റോഹിത്തിനൊന്നും അവിടെ വയ്ക്കാൻ ചാൻസ് ഇല്ല. റോഹിത്തിന് അവിടെ കാണത്തുള്ളൂ. രോഹിത് ശർമ്മ നമ്മൾ അല്ലേ നിങ്ങളൊരു വളരെ മികച്ച ഒരു ഡബിൾ സെഞ്ചുറിയും ട്രിപ്പിൾ സെഞ്ചുറിയും വീട്ടിൽ നിൽക്കുകയാണ്. അതെ, ട്രിപ്പിളൊന്നും വേണം നിർബന്ധമില്ല. പോയാൽ നമ്മൾ സന്തോഷം കണ്ടാൽ മതി. ഒരു സെഞ്ചുറി മിനിമം വേണം നമുക്ക്. സെഞ്ചുറി കണ്ടിട്ട് കുറേ കാലം ടെസ്റ്റിൽ. അതാണ് റോഹിത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഷോർട്ട് ബൗൺസ് ആയതുകൊണ്ട് ബോൾ ഏകദേശം ഇവിടെ വെത്തുമെന്ന് പറഞ്ഞാൽ കുനിയ അടിക്കാൻ പോകരുത്, കുഞ്ഞങ്ങ് നിന്നാൽ മതി. പ്രത്യേകിച്ച് അവിടെ ആളുണ്ടെങ്കിൽ അടിക്കാൻ നിൽക്കരുത്.
രോഹിത് ശർമ്മയ്ക്ക് ഡക്ക് ചെയ്യാം. രോഹിത് ശർമ്മ ബൗൺസേഴ്സ് ഒക്കെ കാണും, നല്ല ബൗൺസ് പിച്ചായതുകൊണ്ട് ബൗൺസേഴ്സ് ഒക്കെ കാണും. അതറിയുന്നവരെങ്കിൽ അവിടെ നിൽക്കുക, ആദ്യം ഔട്ടായി പോകരുത്. മാക്സിമം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ മാക്സിമം നോക്കും. 6ഉം 4ഉം നമുക്ക് വേണ്ട. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പാൽക്കോമിൻസിനും കേസൽ വുഡൊക്കെ ഉണ്ടെങ്കിൽ ഭ്രാന്ത് പിടിച്ചു പോകും. സ്റ്റാർക്കിനെ അടിച്ചാലേ പറ്റുള്ളൂ ഭ്രാന്ത് പിടിക്കണമെങ്കിൽ. അത് നമ്മുടെ കേസോട് നോക്കിക്കോളും. ആദ്യമേ ഔട്ടാകരുത്. ഔട്ടാകത്തില്ല. ഫസ്റ്റ് ഇന്നിങ്സിന്റെ കാര്യം സെക്കൻഡ് ഇന്നിങ്സിൽ സെഞ്ചുറി പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, ഫസ്റ്റ് ഇന്നിങ്സിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഒരു 50 അടിക്കുക. ഓരോ സെഷൻ മിഡിൽ ഓരോ ഓർഡറിൽ സെഷൻ നിതീഷ് കുമാർ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ ഫസ്റ്റ് ഇന്നിങ്സിൽ. ഒരു 40 റൺ ഗ്യാരണ്ടി തരുന്ന ചെക്കനാണ്. എനിക്ക് നിതീഷ് കുമാറിനെ പേടിയുണ്ട്. കാരണം എല്ലാവരും ഹൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിതീഷ് കുമാറിനെ. ഇപ്പൊ ഹൈപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അത് 4 ഇന്നിങ്സിലും 35ന്റെ മേളിൽ എടുത്തിട്ടുണ്ട്. ആവറേജ് 30 കൂടുതലുള്ള. അതുകൊണ്ട് ഹൈപ്പ് ചെയ്ത് താഴെ പോകാതിരിക്കട്ടെ. മെന്റൽ ടഫ്നെസ്. ഇത് ഭയങ്കര ചൂടാണ്, പിച്ചാണ്. പിന്നെ ഓസ്ട്രേലിയ എത്ര ഇതുപോലെ മിച്ചൽ ജോൺസൺ ബോളിംഗ് കോച്ചായിട്ട് വരണം ഇന്ത്യക്ക്. സെറ്റ് ആയിരിക്കും. വരുന്നവരെ പിടിച്ചിടിക്കും. ജയ്സോളെ കടിക്കാൻ പോകും സ്റ്റാർക്കിന്. നമുക്ക് അഗ്രസീവ് ആയിട്ടുള്ള ഒരു കോച്ചും കൂടെ വേണം. ഉള്ളത് പോരാന്നല്ല. ഇപ്പോൾ പഴയ പോലെ ഗംഭീർ അഗ്രഷൻ പോരാ. അതെ, ഗംഭീർ അവസാനമായിട്ട് IPL-ലും ഡഗ്ഔട്ടിലും നല്ലപോലെ അഗ്രസീവ് ആയിരുന്നു. പക്ഷെ ഇന്ത്യൻ ടീമിന്റെ കോച്ചിനെ ചിരിക്കുന്നടാ. നമുക്ക് ആദ്യമായിട്ടാണ് കാണുന്നത് ഗംഭീർ ചിരിച്ചുകൊണ്ട് കോഹ്ലിയുടെ കാര്യം പറയുന്നു. കോച്ച് അഗ്രസീവ്നെസ് കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് പ്ലേയേഴ്സിനോടെ കാണിക്കാൻ പറ്റുള്ളൂ. അതെ, കാരണം ഇത് ഈ ടീം ശരിക്കും പ്രശ്നം വെച്ചാൽ രാഹുൽ ദ്രാവിഡ് ഇങ്ങനെ വന്നുകൊണ്ടായിരിക്കണം ആ ഒരു ട്രാൻസിഷൻ വിട്ടു പോകുന്നില്ല. രവിശാസ്ത്രിയും പക്ഷെ ആ ഒരു കളിയും കാണുന്നില്ല. അതെ, രവിശാസ്ത്രിയും ആ ഒരു അങ്ങനത്തെ ഒരാളല്ല. വൈബ് വന്നില്ല. അത് വേറെ വൈബാണ് രവിശാസ്ത്രി. ഉറങ്ങുന്നതാണെങ്കിലും ഉറങ്ങുന്ന സീസൺ വരും. അല്ല, കളിയുടെ സമയത്ത് കോച്ചിന് ഒരു ഇതുമില്ല. ഉറങ്ങാം, ഡിക്ലെയർ ആകുമ്പോൾ മാത്രം ഒന്ന് വിളിച്ചോണത്തിയാൽ മതി. ഉറങ്ങാം, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം കൂടുതലും പ്ലാൻ ചെയ്യുന്നത് അകത്ത് പ്ലേയേഴ്സ് വരുമ്പോഴാണ്. ടെസ്റ്റിന് കളിക്ക് മുമ്പ് കളിക്ക് ശേഷമൊക്കെയാണ് കോച്ചിന് റോളുള്ളൂ. പിച്ചിൽ കയറിയാൽ ബൗണ്ടറിക്ക് അപ്പുറത്ത് കടന്നാൽ പിന്നെ ക്യാപ്റ്റനാ തീരുമാനിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഇത് കൊടുത്തിട്ട് അങ്ങനെ പോകും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. എന്നിട്ട് പുള്ളിക്കാർ മാറിയില്ല കേട്ടോ. എത്ര വീടുകൾ ഉറങ്ങും. എന്തൊക്കെ ട്രോള് വന്നിട്ട് മനുഷ്യൻ വിട്ടുകൊടുത്തില്ല. അതുപോലെ ആയിരിക്കണം നമ്മൾ. നാട്ടുകാർ എന്തും പറയും, നമുക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യാം. എന്നും പറഞ്ഞ് വണ്ടി ഓടിയുമ്പോൾ കടന്നുറങ്ങരുത്. അതൊക്കെ ഉണ്ട്. ശുഭദിനം. അതെ, കുറച്ചുകൂടി ചെയ്യേണ്ട കാര്യം. ന്യൂ ബോൾസിന് അഡ്വാൻറ്റേജ് എടുക്കണില്ല ഇന്ത്യ. വെറുതെ എറിയിട്ട് വെറുതെ പോകും. 2020 പോലെല്ലാം അവർ നോക്കുന്നെന്ന് തോന്നുന്നു എൻ്റെ കാര്യം. കുറെ കൂടെ ഇൻസ്വിങ്ങേഴ്സ് അറിയുക, സ്റ്റെമ്പിനെ നോക്കി അറിയണം, സ്റ്റെമ്പിൽ അറിയണം കുറെ ബോൾസ്. മാക്സിമം സ്റ്റെമ്പിൽ വേണമെങ്കിൽ നമുക്ക് യോർക്കറൊക്കെ എറിയട്ടെ. സിറാജ് അറിഞ്ഞു, കുഴപ്പമില്ല. ചാന്ന മീനും അങ്ങ് എറിഞ്ഞു വേണമെങ്കിൽ. ഏകദേശം ബോൺ സൈറ്റ് ഇവിടെ ഏറ്റവും ഇവിടെ കൂടുതൽ. ഇവിടെ വേണ്ട, ഇവിടെ ഹെൽമെറ്റ് ഫ്രണ്ട് വെക്കുള്ളൂ. നമ്മൾ ആരെയും അങ്ങനെ കാണുന്നില്ല. ഇവിടെ അറിഞ്ഞാൽ നമ്മൾ ടീമിൽ സപ്പോർട്ട് ചെയ്ത് നമ്മളപ്പോൾ ബാൻ ചെയ്തു. അവിടെ നമ്മൾ ചിലരൊക്കെ നഷ്ടപ്പെട്ടതാണ് അങ്ങനെ. അതെ, അതുകൊണ്ട് നമുക്ക് അതൊന്നും വേണ്ട. ഞാൻ കഴിഞ്ഞ സിഡ്നിയിൽ നമ്മൾ എറിഞ്ഞ പോലെ ഇവിടെ ഒന്നും നോക്കണ്ട. ഇന്ത്യക്ക് റിവേഴ്സിംഗ് അറിയുന്നത് അധികം അതുവരെ പോകുന്നില്ല ഇന്നിങ്സ്. അല്ല, എന്താ ഇന്ത്യ ബാറ്റ് ചെയ്യും 10-90 ഒരു ദിവസം 80 ഓവറൊക്കെ എറിയുന്നില്ലേ. റിവേഴ്സ് സ്വിംഗ് ചെയ്യിപ്പിക്കാല്ലേ വേണമെങ്കിൽ. ചെയ്യിക്കാൻ പറ്റാത്ത ട്രാവിസ് അമ്മാതിരി അടി കടിക്കുന്നു, പെട്ടെന്ന് ബോൾ ഉണ്ടാവും. അതെ, പക്ഷേ കിട്ടുന്നില്ല റിവേഴ്സ് സ്വിംഗ് ഇന്ത്യക്ക്. എന്താന്ന് തോന്നുന്നത് ഈ റിവേഴ്സ് സ്വിംഗ് കണ്ടിട്ടും കുറെ കാലമായി. ഓസ്ട്രേലിയ അധികം യൂസ് ചെയ്യുന്നില്ല. അതെ, ഞാനെന്ന് അബദ്ധവശാൽ എങ്ങാണ്ട് പറഞ്ഞപ്പോൾ റിവേഴ്സ് സ്വിംഗ് വന്നു. ഓർമ്മയുണ്ടോന്ന് എന്തോ ചെയ്തപ്പോ കല്ലിൽ തട്ടിയതായിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ സ്വിംഗ് ഞാൻ കണ്ടിട്ടില്ല. ഇൻസ്വിംഗ് പറഞ്ഞ ബോൾ റിവേഴ്സ് പോകുന്നു. എന്തായാലും അതിന് ടെസ്റ്റിൽ കുറെ നാളെ റിവേഴ്സ് സ്വിംഗ് കണ്ടിട്ട്. അതൊക്കെ ഒരു പണ്ടൊക്കെ ഞാൻ റിവേഴ്സ് സ്വിംഗിനോട് നോക്കിയിരിക്കും എന്നായിരുന്നു ഇത് വരുന്നത് റിവേഴ്സ് സ്വിംഗ്. കാരണം പ്രതീക്ഷിക്കില്ല ബോൾ. ഇപ്പൊ ദിവസം ഓവർ കുറയുന്നല്ലേ. ഒരു ദിവസം 76-80 ഓവർ വരുന്നത്. 10 ഓവറിന് കുറവ് വരുന്നുണ്ട്. അതിന്റെയൊക്കെ പണി കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ 90-96 ഓവറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 3 ദിവസമൊക്കെ ഓവർ കട്ടായി പോകുന്നതൊക്കെ ലാസ്റ്റ് ഡേയിലൊക്കെ കയറ്റി വെക്കും. അതുകൊണ്ടാണ് ഇന്ത്യ 3 ദിവസം കൊണ്ട് കളി എടുക്കുന്നത്. പിന്നെ അറിയണ്ടേ. ബംഗ്ലാദേശിന്റെ ഇവിടെ തോന്നുന്നു ഇത് കട്ട് ചെയ്ത് അവസാനം 4-4:45 വരെയൊക്കെ പോയത്. 96 ഓവറൊക്കെ എറിയാൻ വേണ്ടി നല്ലൊരു വളരെ മികച്ച ഒരു സമ്പ്രദായം. തിരിച്ചു വരണം. പിന്നെ ഇന്ത്യക്ക് ഏറ്റവും നേരിടുന്ന പ്രശ്നമാണ് സെറ്റ് ബാറ്ററിനെ എങ്ങനെ ഉണ്ടാക്കണം. അത് എനിക്കത് മെയിൻ ബാറ്റേഴ്സിനേക്കാൾ എനിക്ക് സങ്കടം ടൈലൻഡേഴ്സ് ഒരു ഔട്ടാക്കാത്തത്.
ഇന്ത്യക്ക് പണ്ട് തൊട്ടേ ഉള്ള കുഴപ്പമാണ് ടൈലൻഡേഴ്സിനെ ഒന്ന് ആദ്യമേ ഔട്ടാക്കാതെ വെച്ച് അവന്മാർ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റണം, എനിക്ക് എൻ്റെ അറിവിൽ വെച്ച് ചെയ്യേണ്ടത് നമ്മുടെ ഗ്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഗ്രിപ്പല്ലല്ലോ ഈ സീം പോർഷൻ വരില്ല, ഇങ്ങനെയൊക്കെ മാറ്റി പരീക്ഷിക്കുക എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ എന്ത് ചെയ്യണമെന്നുള്ളൂ. ഫാസ്റ്റ് ബോൾ ക്രോസിങ് ചെയ്യാൻ ക്രോസ് ചെയ്യുമ്പോൾ ബൗൺസിന് വേരിയേഷൻ വരും. അല്ല വേറെ, കാരണം എനിക്ക് അത്ര വലിയ പരിചയമില്ല പ്രത്യേകിച്ച് ഈ ബോളിൽ. അധികം വളരെ കുറച്ച് കാലം ഞാൻ കളിച്ചിട്ടുള്ളൂ. ഇത് പുതിയ ബോളാണ്, ഈ ബോളിലല്ല ഞാൻ കളിച്ചത്, വേറെ കാര്യം. ഇത് നമ്മൾ കാണിക്കാൻ വേണ്ടി മാത്രം അപേക്ഷ കൊണ്ടുവന്നതാണ് ന്യൂ ബോൾ. ഓൾഡ് ബോൾ എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ പോയുണ്ട്. പിന്നെ ചെയ്യേണ്ടത് സ്പിന്നേഴ്സിൻ്റെ വെച്ചാൽ സെയിം സാധനം തന്നെ, സ്പീഡ് വേരി ചെയ്യുക, കുറച്ചുകൂടി ഫ്ലൈറ്റ് ആക്കുക. അതൊക്കെ അശ്വിൻ അശ്വിനാണ് നല്ലത്, പറഞ്ഞു കൊടുത്തോളൂ ആരാണെങ്കിലും. എന്തായാലും അശ്വിൻ അല്ലെങ്കിൽ സുന്ദറിനെ സാധ്യത കൂടുതൽ ബാറ്റ് ചെയ്തു. നല്ല ഫീൽഡിങ്ങിനും കുറച്ച് എജയിലാണ്. നമുക്ക് സുന്ദറിനെ കുറച്ചും കൂടെ ഒന്ന് ഗ്രോ ചെയ്തെടുപ്പിക്കണം. അശ്വിൻ പോയാൽ പിന്നെ എന്തായാലും സുന്ദർ എന്തായാലും സ്കോഡിൽ കാണും, കാരണം ബാറ്റിങ്ങിന് റിലയബിൾ ആണ്. 10 റൺ ഇരിക്കൂലെങ്കിൽ 40 ബോൾ കളിക്കും. വളരെ മികച്ച ഒരു ടീം സെലക്ഷൻ തന്നെ ആയിരിക്കും. സുന്ദർ തിരിച്ചു വരട്ടെ, ടീം സെലക്ഷൻ നല്ലതായിരിക്കട്ടെ. ഓസ്ട്രേലിയയുടെ സ്ക്വാഡ് ഓൾറെഡി പ്രഖ്യാപിച്ചതാണ്. അവർ ഫസ്റ്റ് ടെസ്റ്റിന്റെ തിരിച്ചു വന്നു, ബോളന്റ് മാറി ഹേസൽവുഡ് തിരിച്ചു വന്നു. സോ അവർക്ക് ബൗൺസും സ്വിങ്ങും തന്നെയാണ് ഉദ്ദേശം, അത് നോക്കി കളിക്കണം. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ സ്ക്വാഡ് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അശ്വിനും കൂടി നമ്മുടെ കോളിൽ ചേരുന്നുണ്ട്. നമുക്ക് അവിടെ അശ്വിനായിട്ട് നമുക്ക് സംസാരിക്കാം. എന്നിട്ട് നമുക്ക് 3 കൂടി ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹലോ പറയാം. നമുക്ക് അശ്വിനായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ടെസ്റ്റിനെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത് അശ്വിൻ? പറ. നമ്മുടെ രോഹിത് ശർമ്മ ഓപ്പണറായിട്ട് തിരിച്ചു വരണമെന്നൊക്കെ കേട്ട്. രണ്ടാമത് പല ആൾക്കാരും പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഗാവ ജയിച്ച് ഈ പ്രാവശ്യം ഗാവ ജയിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഗാവയാണ് ഇച്ചിരി പാടുപെടും. പിന്നെ എനിക്ക് തോന്നുന്നത് വാഷിംഗ്ടൺ സുന്ദറിന് ചാൻസ് ഉണ്ട് ഭയങ്കരമായിട്ട്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അപ്പൊ ഒരു സ്റ്റാർട്ടിംഗ് ലെവൻ എടുക്കാൻ പറഞ്ഞത് നിന്റെ സ്റ്റാർട്ടിംഗ് ലെവൻ എന്തായിരിക്കും അശ്വിൻ? സ്റ്റാർട്ടിംഗ് ലെവനില് ഓപ്പണിംഗ് രോഹിത്തായിരിക്കും. വൺ ഗില്ല് വരും. ഗില്ല് ഓക്കെ. കോഹ്ലി വരും. സ്കോഡിൽ കാണും, പക്ഷെ അവിടെ ഇറക്കുമെന്നാണ് എനിക്ക് അറിയുന്നത്. കോഹ്ലിക്ക് ശേഷം KL രാഹുലിനെ ഇറക്കിയ അതിന് നല്ല രഹസ്യമായി തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ഗെയിമിന് കോഹ്ലിക്ക് ശേഷം പന്തായിരുന്നു ഇറങ്ങിയിരുന്നത്. പന്തിന് ശേഷമാണ് രോഹിത് ഇറങ്ങിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, രാഹുൽ അവിടെ നിന്നിട്ട് പന്ത് കഴിഞ്ഞ കളിയും വെച്ച് ഒരു ക്വസ്റ്റ്യൻ താഴോട്ട് വന്ന കുറച്ച് നന്നായിരിക്കും. അതെ അതെ. പന്ത് കഴിഞ്ഞിട്ട് സുന്ദറായിരിക്കും. സുന്ദർ കഴിഞ്ഞിട്ട് റെഡ്ഡി വരും. അതെ. പിന്നെ നമ്മുടെ ഫാസ്റ്റ് ബോളിംഗിൽ ആരെ ഷമി എത്തിയിട്ടില്ല, ഫിറ്റ്നസ് റെഡി ആയിട്ടില്ല. അപ്പം സിറാജ് ബുംറാണ്. ഹർഷിത് റാണയ്ക്ക് പകരം ആകാശ് ദീപിനെയോ പിന്നെ നമ്മുടെ പ്രസിദ്ധ് കൃഷ്ണയോ വരുന്നതിൽ എന്താണ് അഭിപ്രായം? അഭിപ്രായം ഇല്ലേ? ആകാശ് ദീപ് ഓസ്ട്രേലിയയുടെ കഴിഞ്ഞ ബോർഡർ ഗാവസ്കർ ട്രോഫിയിൽ ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്നു. അല്ല ഇംഗ്ലണ്ടിലൂടെ ഇംഗ്ലണ്ടിന്റെ കൂടെ ആയിരുന്നു. അപ്പോൾ 2 ടെസ്റ്റ് അങ്ങനല്ലേ കളിച്ചിട്ടുള്ളൂ. ഇംഗ്ലണ്ടിന്റെ കൂടെ ആയിരുന്നല്ലേ. പിന്നെ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. മിക്കവാറും ഹർഷിത് റാണയ്ക്ക് തന്നെ എനിക്ക് സാധിക്കും. കാരണം ഡേ നൈറ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് ആദ്യമായിട്ട് കളിക്കുന്നതിന്റെ പ്രശ്നമായിരിക്കും കഴിഞ്ഞ കളി വന്നത്. ഫസ്റ്റ് പെർത്തിൽ നന്നായിട്ട് കളിച്ചായിരുന്നു. അപ്പോൾ ഈ സെയിം സ്കോഡ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഫസ്റ്റ് ടെസ്റ്റിന്റെ സെയിം സ്കോഡ് വിത്ത് നമ്മുടെ രോഹിത് ശർമ്മയും കൂടെ ഒക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ന്യൂസ് സെന്ററിൽ നിന്ന് അശ്വിനാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചത്.
നമുക്കിനി ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. ഇത് വേറെ ഇല്ല കേട്ടോ. പിന്നെ ടീം വർക്ക് ആൻഡ് ടീം കമ്മ്യൂണിക്കേഷൻ അത് കൃത്യമായിട്ട് വേണം. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അവിടെ നടന്നോളൂ. പിന്നെ വേറെ ഒന്നും പറയില്ല. അത്രേ ഉള്ളൂ. കളി ജയിക്കുക. അതെ, എന്ത് വേറെടുത്തും കളി ജയിക്കുക. നമ്മള് വളരെയധികം പിറകിലാണ്. ഇപ്പൊ നമ്മൾ മൂന്നാം മൂന്നാം സ്ഥാനത്താണ്. അത് വളരെ പിറകിലാണ്. ഈ സൗത്ത് ആഫ്രിക്ക ആരുടെ കളിയുണ്ട്? സൗത്ത് ആഫ്രിക്കന് ഒരു കളി കൂടി ജയിച്ചാൽ മതി. ആരുടെ കൂടെ? പാകിസ്ഥാൻ്റെ എവിടെ വെച്ചാണ്? സൗത്ത് ആഫ്രിക്കയിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ത്യക്ക് ജയിക്കണമെങ്കിൽ 4 കളി ജയിച്ചാൽ 3 കളി ജയിച്ചേ പറ്റുള്ളൂ. സൗത്ത് ആഫ്രിക്ക പാകിസ്ഥാൻ അത്ര മോശമാണെന്ന് പറയുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് 2 ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതിൽ ഒരെണ്ണം ജയിച്ചാൽ മതി സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് മാച്ച്. കളി സമനില്ല അവിടെ 0-0. അല്ലെങ്കിൽ പാകിസ്ഥാൻ 2 ജയിക്കട്ടെ. അതെ, പലപ്പോഴും ഇന്ത്യക്ക് ഗുണമുണ്ടാകട്ടെ. അതെ, പാകിസ്ഥാൻ തോക്കും. ഇന്ത്യക്ക് ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് മനഃപൂർവ്വം തോക്കണേ ഇല്ല, കളി കൊണ്ട് തോക്കുന്നതാണ്. അവർ പറയും മനഃപൂർവ്വം തോറ്റിയാണ്. സൗത്ത് ആഫ്രിക്കയിൽ ഒരു കളി കൊണ്ട് ജയിച്ചാൽ മതി, അവർ കൺഫേം ആവും WTC ഫൈനലിൽ. അതിനുശേഷം പിന്നെ ഇന്ത്യ ജയിച്ചേ പറ്റൂ. ഇന്ത്യ 3 കളിയും ജയിച്ചാൽ ഇന്ത്യ ക്വാളിഫൈ ആവും. പിന്നെ 2 കളിയെ ജയിക്കുള്ളൂ എങ്കിൽ ശ്രീലങ്ക, ഓസ്ട്രേലിയ മാച്ചിൽ ജയിക്കരുത്. ശ്രീലങ്കയിൽ വെച്ചാണ് തോന്നുന്നത്. ഓസ്ട്രേലിയക്ക് ഓൾറെഡി ഹോം മാച്ച് അല്ലേ ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അതെന്തായാലും ആയിരിക്കും. എങ്കിൽ ശ്രീലങ്കയ്ക്ക് സാധ്യതയുണ്ട്. ഓസ്ട്രേലിയ ആണെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നു ഇന്ത്യ ഇറങ്ങിയെന്നാ. 2ാം സ്ഥാനത്ത് ഇറങ്ങുന്നു ഉറപ്പിച്ച്. ഓസ്ട്രേലിയ വെച്ചാണ് ശ്രീലങ്ക കളിയെങ്കിലേ. ശ്രീലങ്കയിലാണ് കളിക്കുന്നത്. അപ്പം നമുക്ക് പ്രതീക്ഷയ്ക്ക് ഭാഗ്യമുണ്ട്. ഇന്ത്യ തോക്കരുത്. ഒരു കളിയെങ്കിലും അവർ ജയിച്ചാൽ ഇന്ത്യ 3 കളിയെങ്കിലും ജയിക്കണം. ഇനി 3 കളിയല്ലേ ഉള്ളൂ. ഇനി 3 കളി. സീരീസിൽ ഇന്ത്യ 3-2 ആണെങ്കിൽ അവിടെ ശ്രീലങ്ക ഒരു കളിയെങ്കിലും ജയിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഇന്ത്യ 2 കളി ജയിക്കുള്ളൂ എങ്കിൽ ഓസ്ട്രേലിയ ജയിക്കാൻ പാടില്ല അവിടെ. ഇതെല്ലാം ശ്രീലങ്ക പാകിസ്ഥാനോട് കളിക്കുന്ന സൗത്ത് ആഫ്രിക്ക പാകിസ്ഥാനോട് കളിക്കുന്ന പോലെ ഇരിക്കും. പാകിസ്ഥാൻ എല്ലാ കളിയും ജയിക്കുവാണെങ്കിൽ ചാൻസ് നമുക്ക് കൂടും. നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഈ പാകിസ്ഥാൻ വിശ്വാസം എല്ലാം പെർസെന്റേജിന്റെ കളിയാണ്. പോയിന്റ് പോലും ഇല്ല ഇപ്പം. ഇനി എനിക്ക് അടുത്ത വർഷം പറയാനുള്ളത് എല്ലാവർക്കും ഈക്വൽ നമ്പർ ഓഫ് മാച്ചസ് കൊണ്ടുവരണം. അതെ, വളരെ മോശമാണ്. സൗത്ത് ആഫ്രിക്ക വെറും 10 കളിയാണ് കളിക്കുന്നത്. രണ്ടാമത് മിക്കവാറും എന്തായാലും നടക്കും ലോർഡ്സ് നിന്ന് കളി മാറ്റാന്നുള്ളത്. ലോർഡ്സ് അത് മാറ്റിയേ പറ്റൂ. ഇത് അവസാനം ഇംഗ്ലണ്ടിൽ നിന്ന് മാറ്റണം. അത് മാറൂടാ. ICC പ്രസിഡന്റ് ആയിരുന്നു. അതെ, ഇനി എല്ലാ കളിയും ഇന്ത്യയിലായിരിക്കും. അഹമ്മദാബാദിലേക്ക് അടുത്ത വേൾഡ് കപ്പ് ഫൈനൽ നോക്കിയത്. അടുത്ത വരുന്ന ചാമ്പ്യൻസ് ലീഗ് അടുത്ത വരാൻ T20 വേൾഡ് കപ്പ് നമ്മുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വരുന്നത് അഹമ്മദാബാദിലായിരിക്കും. 31 വരെ ഡിസൈഡ് ചെയ്തു. 31 വരെയുള്ള ടെസ്റ്റിൻ്റെതൊക്കെ ഡിസൈഡ് ചെയ്തു. ടെസ്റ്റ് ഡിസൈഡ് ചെയ്തത് വേൾഡ് കപ്പ് ഡിസൈഡ് ചെയ്തത്. ടെസ്റ്റിന്റെ തന്നെ നോക്കിയാ മറന്നു. വേൾഡ് കപ്പ് ആണെന്ന് ടെസ്റ്റ് ഡിസൈഡ് ചെയ്തതെന്ന് വിശ്വാസം. 27 ഉണ്ട്. അതും ഇംഗ്ലണ്ട് ആണെന്നാണ് എന്റെ വിശ്വാസം. അത് മാറണം. ജയ്ഷ നോക്കി വെച്ചോ, എല്ലാം മാറ്റം തുടങ്ങും. അല്ലെങ്കിൽ ഇന്ത്യയിൽ വേണമെന്ന് ഞാൻ പറയുന്നില്ല, ആ ടോപ്പിൽ വരുന്ന ടീമിന്റെ ഹോം സ്റ്റേഡിയത്തിൽ നടത്തണം. WTC ടേബിളിൽ ടോപ്പ് ആരോ വരുന്നത് അവിടെ നടത്തണം. അതായത് ഇതുവരെ നടന്നതിൽ ഇന്ത്യ ആയിരുന്നു ടോപ്പ്. ഇപ്പൊ ഇന്ത്യ എന്ന് വരേണ്ടിരുന്നത്. അങ്ങനെ നോക്കണ്ട. അല്ലെങ്കിൽ നമുക്ക് വേറെ പരിപാടി ന്യൂട്രല് വെക്കാം. അത് ഇംഗ്ലണ്ട് ഉണ്ടാവും. എനിക്കതേ പറയാവുള്ളൂ. ന്യൂട്രല് വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ടോപ്പിൽ വരുന്ന ടീമിന്റെ ഹോം സ്റ്റേഡിയത്തിൽ വെക്കുന്നത് വളരെ ഫസ്റ്റത്തെ WTC നോക്ക്. ഫസ്റ്റത്തെ WTC ഇന്ത്യ ന്യൂസിലൻഡാണ് ഫൈനൽ കളിച്ചത്. അതിൽ ന്യൂസിലൻഡ് എന്ന് പറഞ്ഞാൽ അവർ ഹോം മാച്ചിൽ മാത്രം ജയിച്ചാണ് ഫൈനൽ വന്നത്. എവേ മാച്ചസിൽ അധികം ഒന്നും ജയിച്ചിട്ടില്ല അവർ. അതേസമയം ഇന്ത്യ ഹോം എല്ലാം ഡോമിനേറ്റ് ചെയ്താണ് ഫസ്റ്റ് വന്നത്. ഈവൻ ന്യൂസിലൻഡിനെ പോലും നമ്മൾ ഇന്ത്യ ഹോമിൽ തോപ്പിച്ചിട്ടാണ് ഫൈനലിൽ എത്തിയത്. എന്നിട്ട് അവർ ഇംഗ്ലണ്ടിൽ എത്തിയപ്പോൾ ഒറ്റ ടെസ്റ്റിൽ ജയിച്ച് അവർ WTC കൊണ്ട്. അത് വിത്ത് ഓൺലി ഹോം അഡ്വാൻറ്റേജ്. ഇംഗ്ലണ്ടും ന്യൂസിലൻഡും ഓൾമോസ്റ്റ് സെയിം ഹോം കണ്ടീഷൻസ് ആണ്. അവിടെ ഹോമിൽ മാത്രം ജയിച്ചു വന്ന് ന്യൂസിലൻഡ് ഫൈനലിൽ വന്ന് കപ്പും കൊണ്ട് എല്ലായിടത്തും ഡോമിനേറ്റ് ചെയ്ത് ഇന്ത്യ ഫൈനലിൽ മാത്രം തോറ്റി. അല്ലെങ്കിൽ ചെയ്യേണ്ടത് വെച്ചാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് നടത്തില്ല, അമേരിക്ക കൊണ്ട് ടെസ്റ്റ് നടത്തണം. അത് നല്ല സെറ്റ് സ്റ്റേഡിയം, പ്രത്യേകിച്ച് ന്യൂയോർക്ക് നല്ലതാണ്. കാരണം ടെസ്റ്റ് ആയതുകൊണ്ട് പിന്നെ ആൾക്കാർ ഇഷ്ടം പോലെ വരണമെന്ന് നിർബന്ധമില്ലല്ലോ. അവിടെ ഒരു കൊച്ചു സ്റ്റേഡിയമാണ്. ആണെങ്കിൽ ഒന്നുകൂടെ പുതുക്കി പണി പൊളിച്ചു കളഞ്ഞവർക്ക്. വേറെ സ്റ്റേഡിയം ഉണ്ട്. സ്റ്റേഡിയം പൊളിച്ചു. ന്യൂയോർക്കിന്റെ ആയിട്ട് ഞാൻ പറഞ്ഞു. ന്യൂയോർക്കിലെ സ്റ്റേഡിയം ന്യൂയോർക്കിന് കിട്ടൂല. എന്ത് സ്റ്റേഡിയം ആയിരുന്നു. ബോൾ എങ്ങനെ തിരിയുന്ന ബോളർക്ക് പോലും മനസ്സിലാവുന്നില്ല. പിന്നെ അമേരിക്ക അവിടെ ബാത്ടബുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഒന്നുകൂടെ പണിതാൽ മതി അതിന്. കാരണം ഫുൾ ചിലവ് ഇംഗ്ലണ്ടിനെ കൊണ്ട് നടത്തിക്കാം. അത് പറയാൻ പറഞ്ഞു. ICC മറ്റേ മേജർ ലീഗ് ക്രിക്കറ്റ് ബാൻ ചെയ്തു. മറ്റേ അമേരിക്കയിലെ ക്രിക്കറ്റ് ജയ്ഷ എന്താണ് ഞാൻ കേൾക്കുന്നത്? അത് ബാൻ ചെയ്തിട്ട് അതുകൊണ്ട് അതിന് നടക്കൂല.
ICC പദവി മാത്രമാണ് പോയതെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്ര നാൾ ICC അപ്രൂവ്ഡ് ആയിരുന്നു. അതിൻ്റെ ട്രോഫി കൗണ്ട് ചെയ്യും. ഇനി തൊട്ട് അത് കൗണ്ട് ചെയ്യാതിരിക്കുവാണോ അതോ കംപ്ലീറ്റ് ആ ടൂർണമെന്റ് ബാൻ ആയതാണോ എനിക്ക് അറിഞ്ഞൂടാ. ബാൻ ചെയ്തു എന്നുള്ള ന്യൂസ് കണ്ടു. എന്തിനാണെന്നുള്ളത് നമ്മൾ ജയിച്ചായിട്ടും ചർച്ച ചെയ്തിട്ട് നമ്മൾ ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നു. അശ്വിൻ ജയിച്ചായിട്ട് സംസാരിക്കാനാണ് പോയിരിക്കുന്നത്. നമുക്ക് ജയിച്ചായിട്ട് സംസാരിച്ചിട്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട് അശ്വിൻ നമുക്ക് അടുത്തതിലോട്ട് വരും. അടുത്തത് നമ്മുടെ അഖിലേഷ് ഗാബയിൽ പോവുകയാണ് റിപ്പോർട്ട് പറയാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം പുറത്തിട്ട് പോയതുപോലെ അഖിലേഷ് ഗാബയിലാണ് പോകുന്നത്. ഗാബയിൽ പോകുന്നുണ്ട്. സോ അടുത്ത ദിവസം ഞാനും അശ്വിനെ ഉണ്ടാവുള്ളൂ. ഞാൻ ഗാബയിൽ ന്യൂസ് സെന്ററിൽ ഞാനും അശ്വിനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഗാബയിൽ നിന്നും ഉടൻ തിരിച്ചു വരും. നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിക്കും. കാരണം വീഡിയോ കാണുവാണ് ആളുകൊണ്ടെന്നുള്ളതുകൊണ്ട് തിരിച്ച് പെട്ടെന്ന് തന്നെ വരുന്നത്. പറയട്ടെ, അശ്വിന് ദേശീയ കാണാൻ പോയിരിക്കും. തമ്പാനിൽ ബസ് ഇട്ടിട്ടുണ്ട്. ദേശീയ പോകുമ്പോൾ നമുക്ക് ബാക്കി വിളിക്കുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. നമ്മുടെ യൂട്യൂബിൽ നമുക്ക് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹർഷ ബോഗുളിയിട്ട് നമ്മൾ ഇന്റർവ്യൂ വെക്കുന്നുണ്ട്. എല്ലാരും വരും, നമ്മൾ വരുത്തും. അതെ, നമ്മുടെ വലിയ അംബിഷൻ, ചെറിയ ചെറിയ അംബിഷനേ ഉള്ളൂ. നമ്മുടെ 2027 വേൾഡ് കപ്പ്, അല്ലെങ്കിൽ 2031 വേൾഡ് കപ്പില് ഞാൻ, ഹർഷ ബോഗുളി, അഖിലേഷ്, അശ്വിൻ 4 പേരും കൂടി നമ്മളായിരിക്കും സ്ട്രാറ്റജി പറയുന്നത്. മാച്ച് റിപ്പോർട്ട്, അനാലിസിസ് ഒക്കെ പറയുന്നത് നമ്മളതിനൊരു ആഗ്രഹമുണ്ട്. ചെയ്യും, സമയമുണ്ട്. നടക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ. ഹർഷ ബോഗ്ലി ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വന്നു. അതെ, കളിയാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. സോ നമുക്ക് നാളെ ടെസ്റ്റ് തുടങ്ങുകയാണ് 14-ാം തീയതി 5:30. നാളെ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഒരു എപ്പിസോഡും കൂടി നമ്മൾ ചെയ്യും. സമയപരിമിതി ആയത് കൊണ്ട് ഉച്ചയ്ക്ക് ടെസ്റ്റ് തീരുന്ന നമുക്ക് സമയം. ഞായറാഴ്ച തന്നെ കൂടുതൽ എപ്പിസോഡ്. കാരണം അത് 3 പേരിലും ആകെ ഫ്രീ കിട്ടുന്നത് ഞായറാഴ്ചയാണ്. കാരണം ഇന്നില്ലാത്തത് അശ്വിനാണ്. അശ്വിൻ ജോലിയുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും നമുക്ക് ജോലിയില്ലെന്ന്. ജോലിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ദ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ല. അതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ദ ബൈ. അല്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യം ലൈക്ക് ചെയ്യണ്ടി. ലൈക്ക് ചെയ്തേ. അപ്പോൾ വീണ്ടും ബൈ ദ ബൈ. കമന്റ് ചെയ്യാൻ പറഞ്ഞില്ല. പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുക. നമ്മൾ പറഞ്ഞ ഹർഷ ബോഗുളി ലെവൽ നമ്മൾ എത്തിക്കണം. അത് നിങ്ങളാണ് നമുക്കിനി എത്തിക്കേണ്ടത്. കുറച്ച് എത്തിക്കാൻ നമ്മുടെ ലാംഗ്വേജ് ഒക്കെ മാറും. ഇംഗ്ലീഷ് അപ്ഡേറ്റ്സ് ഒക്കെ നമുക്കിനി വരും. സോ സബ്സ്ക്രൈബ്, ഫോളോ, ലൈക്ക്, കമന്റ്, ഷെയർ. ഫോളോ ചെയ്തു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല, നമ്മൾ തുടങ്ങിയിട്ടില്ല. അത് നമുക്ക് തുടങ്ങും. അപ്പം എല്ലാം കൂടി ടൈം കിട്ടുന്നില്ല. ബെല്ലൈക്കൻ നിർത്താം. കഴിഞ്ഞു. ബൈ. നമസ്കാരം.